Hi friends, it's me Anis. This is Jason. ജെയ്സനോട് വന്നിട്ടുള്ളത് ഒരു പുതിയ ഫോണായിട്ടാണ്. അപ്പോൾ അതൊന്ന് അൺബോക്സിങ് ചെയ്യാനുള്ള ഒരു പരിപാടിയിലാണ് ഞങ്ങൾ. അപ്പോൾ ജെയ്സൺ ഏത് ഫോണാണ് കൊണ്ടുവന്നിരിക്കുന്നത്? അതായത് HUAWEI P30 Lite ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. P30 Lite ആണ്. അപ്പോൾ ഇതിന്റെ മെമ്മറി കപ്പാസിറ്റി എത്രയുണ്ട്? പിന്നെ 128 GB ഇന്റർണൽ മെമ്മറി വരുന്നുണ്ട്. അതുപോലെ തന്നെ 6 GB റാം വരുന്നുണ്ട്. 6 GB റാം ഉണ്ട്. അപ്പോൾ ഒരു നല്ലൊരു കപ്പാസിറ്റി ആയിട്ടുണ്ട്. മെമ്മറി കപ്പാസിറ്റി ആവശ്യമാണ് അല്ലേ? ഇതിന്റെ കളർ ഏതാണ്? ഇതിന്റെ മിഡ്നൈറ്റ് ബ്ലാക്ക് ആണ് ഇതിന്റെ കളർ വരുന്നത്. അതുകൂടാണ്ട് പീകോക്ക് ബ്ലൂവും അതുപോലെ തന്നെ പേൾ വൈറ്റ് എന്ന് പറഞ്ഞിട്ട് വേറെ മോഡലുണ്ട്. മേടിച്ചതാണ്. അപ്പോൾ അതിന്റെ പ്രൈസ് എത്ര വന്നിട്ടുണ്ട്? 920 ദിർഹമാണ്. 920 ദിർഹമായി. നാട്ടിലത്തെ ഒരു 18,000 രൂപ വന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ നീ ഈ മോഡലിൽ സെലക്ട് ചെയ്യാനുള്ള കാരണം തന്നെ? പൊതുവെ HUAWEI ബ്രാൻഡിനോട് എനിക്ക് താല്പര്യമാണ്. അതെ, പിന്നെ ഒരു മിഡ് റേഞ്ച് ഫോണാണ്. അഫോർഡബിളായ പ്രൈസാണ്. അതാണ് എനിക്ക് ഇത് ഉപയോഗിക്കാൻ കംഫർട്ടബിൾ ആണ്. അതാണല്ലേ. അപ്പോൾ നമുക്ക് നേരെ അൺബോക്സിങ് ചെയ്യാല്ലേ? ഷുവറായിട്ടും പോകാം. ഓക്കെ. P30 സീരീസിൽ HUAWEI ഇറക്കിയിട്ടുള്ള ഒരു മിഡ് റേഞ്ച് ഫോണാണ് P30 Lite എന്ന ഈ മോഡൽ. 2019 ഏപ്രിലായിരുന്നു ഇതിൻ്റെ റിലീസ് വന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹാൻഡ്സെറ്റ്. 159 ഗ്രാമിൽ വരുന്നത്. ഒരു സിം ഇജക്ടറും ഒപ്പം തന്നെ ഒരു TPU കേസും കമ്പനി നമുക്ക് തരുന്നുണ്ട്. ഇതിനോടൊപ്പം വന്നിട്ടുള്ളത് 18 വാട്ട്സിൻ്റെ ഒരു ക്വിക്ക് ചാർജറാണ്. ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ടൈപ്പ് C USB കേബിളും അതിനോടൊപ്പം ഉണ്ട്. കൂടാതെ 3.5 mm ഒരു ഇയർഫോണും കമ്പനി തന്നിട്ടുണ്ട്. നമ്മുടെ മൊബൈൽ നോക്കുകയാണെങ്കിൽ ഒരു ഡ്യൂ ഡ്രോപ്പ് ഡിസ്പ്ലേ ആണ് ഇവിടെ വന്നിട്ടുള്ളത്. സൈഡിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഒരു കർവ്ഡ് ആയിട്ടുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഇതിൻ്റെ മെറ്റീരിയൽ ആണെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ ഫ്രെയിമും അതുപോലെ തന്നെ ബാക്ക് കവർ വന്നിട്ടുള്ളത് ഒരു 3D കർവ്ഡ് ഗ്ലാസ് ആണ്. ബാക്ക് സൈഡിലാണ് ഇതിൻ്റെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ വന്നിട്ടുള്ളത്. ഇതിൻ്റെ ക്യാമറയുടെ ലെൻസ് നോക്കുകയാണെങ്കിൽ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ടേബിൾ യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ ഒരു ഫീലിംഗ് ചെറുതായിട്ട് അറിയുന്നുണ്ട്. ഇതിൻ്റെ ലെഫ്റ്റ് സൈഡ് ബ്ലാങ്ക് ആണ്. റൈറ്റ് സൈഡിലായിട്ടാണ് ഇതിൻ്റെ വോളിയം ബട്ടണും പവർ ബട്ടണും വന്നിട്ടുള്ളത്. താഴ്ഭാഗത്ത് നോക്കുകയാണെങ്കിൽ 3.5 mm ഓഡിയോ ജാക്ക്, ടൈപ്പ് C USB കണക്ടർ, മൈക്രോഫോൺ, ലൗഡ് സ്പീക്കർ എന്നിവയാണ് വന്നിട്ടുള്ളത്. ടോപ്പ് സൈഡിലായിട്ട് ഒരു മൈക്രോഫോണും സിം ട്രേയും വന്നിട്ടുണ്ട്. ഒരു ഹൈബ്രിഡ് സ്ലോട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത്. 2 നാനോ സിം അല്ലെങ്കിൽ ഒരു നാനോ സിമ്മും ഒരു microSD കാർഡുമാണ് ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നത്. 3340 mAh ഉള്ള ഒരു ലിപ്പോ ബാറ്ററിയാണ് ഈ മൊബൈലിന് പവർ കൊടുക്കുന്നത്. ഇതിൻ്റെ സ്ക്രീൻ നോക്കുകയാണെങ്കിൽ 6.15 ഇഞ്ചിലാണ് സൈസ് വന്നിട്ടുള്ളത്. ഡ്യൂ ഡ്രോപ്പ് നോച്ചോട് കൂടിയിട്ടുള്ള ഒരു LCD ടൈപ്പ് സ്ക്രീനാണ് വന്നിട്ടുള്ളത്. ഇനി ഇതിൻ്റെ OS നോക്കുകയാണെങ്കിൽ Android 9 ബേസ് ചെയ്തിട്ടുള്ള EMUI 9.0 ആണ് വന്നിട്ടുള്ളത്. HUAWEIയുടെ Kirin 710 എന്ന ഒരു ചിപ്സെറ്റാണ് ഇതിൻ്റെ ഹാർഡ്വെയർ സൈഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. കോർട്ടെക്സിൻ്റെ octa-core പ്രോസസ്സറും അതുപോലെ തന്നെ Mali-G51 എന്ന ഒരു GPU ആണ് അതിൽ വരുന്നത്. ബാക്ക് സൈഡിൽ നോക്കിയാൽ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പ് നമുക്ക് കാണാം. 48 MP ആണ് മെയിൻ ക്യാമറ വന്നിട്ടുള്ളത്. അൾട്രാ വൈഡ് ആംഗിൾ ലെൻസിനായിട്ട് 8 MP അതുപോലെ തന്നെ 2 MP ബൊക്കെ ലെൻസുമാണ് വന്നിട്ടുള്ളത്. 24 MP ഒരു സെൽഫി ക്യാമറയാണ് ഇതിൽ വന്നിട്ടുള്ളത്. ക്യാമറ ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ AR ലെൻസ്, നൈറ്റ് മോഡ്, പോർട്രേറ്റ്, ഫോട്ടോ, വീഡിയോ, പ്രോ മോഡ്, സ്ലോ മോഷൻ അങ്ങനെയുള്ള നിരവധി മോഡുകൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട്. ഒരു മിഡ് റേഞ്ച് ഫോൺ എന്ന നിലക്ക് അത്യാവശ്യം ക്വാളിറ്റിയുള്ള പിക്ചേഴ്സും വീഡിയോസൊക്കെ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ സാമ്പിൾസൊക്കെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓട്ടോമാറ്റിക് സീൻ ഡിറ്റക്ഷനുള്ള ഒരു AI ക്യാമറയാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. പോർട്രേറ്റ് മോഡ് നോക്കുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ബൊക്കെ എഫക്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ എഡ്ജ് ഡിറ്റക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 90% വരെ നമുക്ക് ഓക്കെ ആണെന്ന് പറയാം. ഡിജിറ്റൽ സൂമിംഗ് ആണ് ഈ മോഡലിൽ വന്നിട്ടുള്ളത്. എന്നിരുന്നാൽ കൂടിയും ഇതിൻ്റെ 48 MP ലെൻസ് അവർ ക്രമീകരിച്ചിട്ടുള്ളത് 2x ഒപ്റ്റിക്കൽ സൂമിനോട് സമാനമായ പിക്ചർ കിട്ടുന്ന രീതിയിലാണ്. നൈറ്റ് മോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നോർമൽ മോഡിൽ കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഇമേജ് നമുക്ക് കിട്ടുന്നുണ്ട്. ഇനി ഇതിൻ്റെ വീഡിയോ റെക്കോർഡിംഗ് നോക്കുകയാണെങ്കിൽ 1080p ഫുൾ HD റെക്കോർഡിംഗ് ആണ് വരുന്നത്. ഫ്രണ്ട് ക്യാമറക്ക് 30 FPS റിയർ ക്യാമറക്ക് 60 FPS സപ്പോർട്ട് ചെയ്യുന്നത്. ഇതിൽ ഒപ്റ്റിക്കൽ സ്റ്റെബിലൈസേഷൻ വരുന്നില്ല. പകരം വന്നിട്ടുള്ളത് ഇലക്ട്രോണിക് ഇമേജ് സ്റ്റെബിലൈസേഷൻ ആണ്. എന്നിരുന്നാൽ കൂടിയും അത്യാവശ്യം ക്വാളിറ്റിയുള്ള ഒരു സ്റ്റെബിലൈസ്ഡ് വീഡിയോ നമുക്കിവിടെ കിട്ടുന്നുണ്ട്.
ഫ്രണ്ട്സ്, മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരെയും ബൈ.